ഞാൻ അനിയൻ ബാക്കി പറ. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇൻസ്റ്റ ലാസ്റ്റ് വീക്ക് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് ഇന്നൊരു Q&A ആവാം. അപ്പം കുറച്ചവർക്ക് നമ്മുടെ പേരറിയത്തില്ല. എന്റെ പേര് ലക്ഷ്മി. എന്റെ പേര് അഭിഷേക്. അപ്പം ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അപ്പം എങ്ങനാ മീറ്റ് ചെയ്തേ? കോളേജ് വെച്ച്. അത് കഴിഞ്ഞ് ഒരുമിച്ചാണോ സ്റ്റേ ചെയ്യുന്നത്? ഒരുമിച്ചാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ ലിവിങ് ആണിപ്പോ. പിന്നെ ഫാമിലി എത്ര പേരുണ്ട്? 3 പേര്. പറ. ഞാനും അനിയൻ. ഞാനും അനിയൻ ബാക്കി പറ. 4 പേരാ. പറ. അമ്മ, അച്ഛൻ, ബ്രദർ. പിന്നെ നീ. എന്റെ വീട്ടില് ഞാനും അമ്മയായിരുന്നു ഉണ്ടായിരുന്നേ. അപ്പൊ ഞാനിവിടാണ്. അടുത്ത ചേച്ചിയുടെ ഫാമിലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നിങ്ങൾ ലിവിങ് ടുഗെദർ ആയതിന്? എന്റെ സ്വാഭാവികമായിട്ടും റിലേഷൻ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴാണ് നമ്മൾ ലിവിങ് ആയത്. പിന്നെ ഹൂ പ്രപ്പോസ്ഡ് ഫസ്റ്റ്? മീ. ഇവനാണെങ്കിൽ ആദ്യം പ്രപ്പോസ് ചെയ്ത കോഴിയായിരുന്നു. ഫാമിലി പെർമിഷൻ കിട്ടുന്നുണ്ടോ? എന്റെ ഫാമിലിയിൽ ഒരു പെർമിഷനും കിട്ടുന്നില്ല. ഞങ്ങൾ ഫാമിലിയായിട്ട് നോ കോണ്ടാക്ട്. ഇവന്റെ ഫാമിലി പെർമിഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോ ഇവന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ ലിവിങ് ടുഗെദർ ആണോ? ആണ്, ലിവിങ് ടുഗെദർ ആണ്. ഇപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കും. അപ്പം ചിലർക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല എന്ന് വേണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ മിക്ക ക്വസ്റ്റ്യൻസും എടുത്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ വന്നെന്നൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ഹലോ ചേട്ടാ ചേച്ചി സുഖമാണോ? സുഖമാണോടാ? പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തോ? മാരേജ് എപ്പോഴാ? ഞാൻ സെക്കൻഡ് ഇയർ BCom സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇവന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയപ്പം ഞാൻ അത് ഡ്രോപ്പ് ആക്കി. ഞാൻ BBA ഡ്രോപ്പ് ആക്കിയിട്ട് പിന്നെ 1 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ വന്ന് ജോയിൻ ചെയ്തു. ഞാൻ സെക്കൻഡ് ഇയറും ഇവൻ ഫസ്റ്റ് ഇയറും ആയിരുന്നു. അത് കഴിഞ്ഞ് മാരേജ് എപ്പോഴാ? നമ്മൾ എപ്പോഴാണ് സെറ്റിൽ ആവുന്നത്, നമുക്ക് നല്ല പൈസയൊക്കെ ഉള്ളപ്പോ നമുക്ക് ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ മാരേജിനെ പറ്റി നോക്കുന്നുള്ളൂ. നമ്മൾ തന്നെ കല്യാണം നടത്താനാണ്. അങ്ങനെ ലവ് സ്റ്റോറി കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ലവ് സ്റ്റോറിയാണ് അറിയണ്ടേ. നമ്മളൊരു 10K ഒക്കെ കഴിയുമ്പോൾ പറയാം ലവ് സ്റ്റോറിയൊക്കെ. കാരണം ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ചും കൂടെ ആവട്ടെ. നമ്മളിങ്ങനെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കത് കേൾക്കാനുള്ള ക്യൂരിയോസിറ്റി വരും. അപ്പൊ നമുക്ക് ഒരു 10K ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചായിട്ട് പറയാം. ഓക്കെ. അത് കഴിഞ്ഞ് ഏജ് എനിക്ക് 19 വയസ്സുണ്ട്. 20 വയസ്സുണ്ട്. നമുക്ക് ജോബൊന്നും ആയിട്ടില്ല. ഞാനിപ്പം കൊച്ചിയില് വെയർ ഹൗസ് മാനേജ്മെന്റ് പഠിക്കുക. ഇവനും അത് തന്നെ പഠിക്കുന്നത്. ഓൺലൈൻ കോഴ്സ്. അവിടെ പോയി പഠിക്കണ്ട, ഓൺലൈൻ കോഴ്സാണ്. അത് കഴിഞ്ഞ് വീട് എവിടാ? എന്റെ വീട് ആറാട്ടുപുഴ. എങ്ങനെയാണ് ഫാമിലി ഒക്കെ? നല്ല ഫാമിലി ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടാണ്. പിന്നെ മാരേജ് കഴിഞ്ഞു? ഇല്ല, നമ്മൾ ലിവിങ് ആണ്. നിങ്ങൾ ഫാമിലി സപ്പോർട്ടാണോ ലിവിങ് ടുഗെദറിന്? ലവ് സ്റ്റോറി പറയുമോ? ഞാൻ നിങ്ങളുടെ ബിഗ് ഫാൻ. എന്റെ ഫാമിലി സപ്പോർട്ട് അല്ലായിരുന്നു. എന്റെ ഫാമിലിയായിട്ട് ഇപ്പൊ എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഇവന്റെ ഫാമിലി സപ്പോർട്ടാണ്, കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഞാൻ രണ്ടുപേരും ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുമ്പോൾ ചേച്ചിയുടെ ഫാമിലി ഇഷ്യൂ ഒന്നുമില്ലേ? ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, സോൾവ് ആക്കി. പക്ഷെ മിണ്ടത്തില്ല, അത്രേ ഉള്ളൂ. അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചേച്ചി എന്തെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടോ? സാരില്ല, പേരാണ്. ചേച്ചി എന്തെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടോ? ചേച്ചി പഠിക്കാൻ പോകുന്നുണ്ട്, വെയർ ഹൗസ് മാനേജ്മെന്റ്. എബൌട്ട് മാരേജ് സക്സസ് ഒക്കെ ആയി കഴിഞ്ഞ് ഇച്ചിരി വലുതാക്കി പറ. സക്സസ് ഒക്കെ ആയി കഴിഞ്ഞ് ഞങ്ങള് തന്നെ പൈസ ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് കൈ എടുക്കാതെ പറ. എനിക്ക് കൈ ഇങ്ങനെ വന്നോണ്ടിരിക്കും. പറ. പട്ടി. സക്സസ് ഒക്കെ ആയി കഴിഞ്ഞ് ഞങ്ങള് തന്നെ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് മാരേജ് ഉള്ളൂ. ആ മുടിയെന്നൊന്ന് വിട്.
ആ എനിക്ക് സക്സസ് ഒക്കെ ആയി ഈ ആണ്ട് ഇത് കണ്ടു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എടാ ഒന്ന് പറയടാ. സക്സസ് ഒക്കെ ആയിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എപ്പോഴാ സാലറി ഒക്കെ കിട്ടി ഞങ്ങൾക്കൊരു കല്യാണം നടത്താൻ പറ്റും എന്നുള്ളപ്പം ഞങ്ങൾക്ക് മാരേജ്. എനിക്ക് എന്റെ കല്യാണം നല്ല വലുതായിട്ട് നടത്തണം എന്നൊക്കെയാണ് ആഗ്രഹം. പിന്നെന്തുവാ, എന്റെ അമ്മയും വീട്ടുകാരെയൊക്കെ ഉള്ളൊരു കല്യാണം നടത്തണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ഇനി ഒരു വരുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, വരത്തില്ലായിരിക്കും. അമ്മയെങ്കിലും വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ പൈസയൊക്കെ ആയിക്കഴിഞ്ഞ് ജോലിയൊക്കെ ആയിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കല്യാണം നടത്താൻ പറ്റുമ്പോൾ നല്ലൊരു കല്യാണമായിട്ട് ഇത് നടത്തണം. അതാണ് ഞങ്ങളുടെ മാരേജ്. ഫസ്റ്റ് മീറ്റ് കോളേജ് അല്ലേ? ഫേവറേറ്റ് പ്ലേസ്, എന്റെ ഫേവറേറ്റ് പ്ലേസ് എനിക്ക് എന്റെ വീടായിരുന്നു എന്റെ ഫേവറേറ്റ് പ്ലേസ്. പിന്നെ അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞേ. എന്താ ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ലേ? ആന്ന്. പിന്നെ എന്തുവാ, എനിക്ക് എറണാകുളം ഇഷ്ടവാ. എന്തുവാ, ഇന്ത്യയിലാണെങ്കിൽ എനിക്ക് താജ്മഹൽ ഇഷ്ടവാ, ഡൽഹി ഇഷ്ടവാ, ഗോവ ഇഷ്ടം. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നിന്റെ ഫേവറേറ്റ് പ്ലേസ്? കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം, കാസർഗോഡ്. കേരളത്തിന് പുറത്താണെങ്കിൽ ഗോവ. പിന്നെ ഇവിടെ വാരണാസി, കുത്തബ് മിനാർ, ഉഗാണ്ട, ഡൽഹി. പിന്നെ അതിലും പുറത്താണെങ്കിൽ എനിക്ക് പാരീസ്, കാനഡ ഒക്കെയാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് അങ്ങോട്ട് പോവാനാണ് ഇഷ്ടം, ജോലിക്കൊക്കെ അങ്ങോട്ട്. ബാങ്കോക്ക്. ഇവിടെ ഞാൻ നിന്നെ മസാജിന് പോവാനാ ഉള്ളിക്ക് ഇടാ ഞാൻ. കംഫർട്ട് സോൺ, എന്റെ കംഫർട്ട് സോൺ എനിക്ക് ഇവനാണ്. പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ എന്റെ മുറിയായിരുന്നു, ഫോണും കൊണ്ട് അവിടെ ഇങ്ങനെ കിടന്നാൽ മതിയായിരുന്നു. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ. പിന്നെ ഇപ്പൊ ഇവനാണ്. ഇവൻ വന്നു കഴിഞ്ഞപ്പോ തട്ടി വേണം. എനിക്ക് കംഫർട്ട് സോൺ ഇവളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ്, ഫ്രണ്ട്സ്. എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടം കേട്ടോ, യാത്രയൊക്കെ ഭയങ്കര ഇഷ്ട. പിന്നെ ഫാമിലി ആൻഡ് ലവ് സ്റ്റോറി. ഫാമിലി സ്റ്റോറി എന്ന് പറയുമ്പം എൻ്റെ വീട് ആറാട്ടുവഴിയാണ്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നേ. എൻ്റെ ചേട്ടന്മാരുണ്ടായിരുന്നു വീട്ടിൽ നിൽക്കാൻ. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, നവോദയയിലെ ടീച്ചറായിരുന്നു. ഇത്രയൊക്കെ. പിന്നെ ലവ് സ്റ്റോറി നമ്മൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ. ഇവന്റെ ഫാമിലിയിൽ ഇവന്റെ അച്ഛനും അമ്മയും അനിയനും ആണ്. അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. അനിയനിപ്പോ +1 പഠിക്കുക. ഇവന്റെ വീട് ചെട്ടുളങ്കരയാണ്, നല്ല വീടാണ്, ഇവിടെ നിൽക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് റിലേഷൻ ആയ ഡേറ്റ് പറ. August 16th. അങ്ങനല്ലല്ലോ നേരത്തെ പറഞ്ഞേ. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു ദിവസം എനിക്ക് സമയമുള്ളായിരുന്നു. ഒരു ദിവസം പോലും സമയമില്ലായിരുന്നു. ഒരു ദിവസം പോലും സമയമില്ല. പെട്ടുപോയി. കരയല്ലടാ. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ, ലൈക്ക് മാരേജ്, ജോബ്, സെറ്റില്, ഫാമിലി, ബോത്ത് സൈഡ്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ നല്ലൊരു ജോലി വേണം, ഇന്ത്യക്ക് പുറത്തു പോയി ജോലി ചെയ്യണം, കല്യാണം കഴിക്കണം, വീട് വെക്കണം. എനിക്ക് എന്റെ അമ്മയെ എടുത്ത് പോകണം, അമ്മയെ കാണണം, വീട്ടുകാരെ കാണണം, വീട്ടിൽ പോയി നിൽക്കണം. ഇതൊക്കെയാണ് എന്റെ സ്വപ്നം. ഇവനെ കൊണ്ടുപോകണം, ഇവനെ എന്റെ വീട് കാണിക്കണം, എന്റെ വീട്ടുകാരെ കാണിക്കണം, എന്റെ അമ്മയെ കാണിക്കണം. ഇതൊക്കെയാണ് എന്റെ സ്വപ്നം. എനിക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കാം. ഇങ്ങനെ ജോലിക്ക് പോയിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വീട്ടിൽ പോകാൻ എന്റെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഇരിക്കണം. ചുമ്മാ കേട്ടോ, ഞാൻ ജോലിക്ക് പോകണം. അങ്ങനൊന്നും പറഞ്ഞൂടാ, ജോലിക്ക് പോകണം അങ്ങനല്ല. രണ്ടുപേർക്കും ജോലിയുള്ളതാണ് നല്ലത്. നമ്മള് പുറത്തു പോയി ജോലി ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം. അതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ. വീട് വെക്കണം, എന്താണുള്ളത്. പിന്നെ നന്നായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. അപ്പം നമ്മളിങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും കുറെ പേര് അങ്ങനെ ആയിപ്പോ, ഇവരിങ്ങനെ ആയിപ്പോ എന്നൊക്കെ പറയുമല്ലോ. അപ്പം അവര് ഗതി പിടിക്കില്ല ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അങ്ങനൊന്നും ആവില്ല. നമ്മൾ നല്ല ആൾക്കാരായിട്ട് ജീവിക്കണം എന്നാണ് നമുക്ക് ഇഷ്ടം. പിന്നെ വേറെ ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ യൂട്യൂബ് പുരോഗമിപ്പിക്കണം, നല്ല 2 കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവണം, പ്ലേ ബട്ടൺ കിട്ടണം. ഇതൊക്കെയാണ് എന്റെ സ്വപ്നം. പ്ലേ ബട്ടൺ അത് വേണം. ഇതൊക്കെയാണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ. മാരേജിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ജോബ്, സെറ്റില്, ഫാമിലി, ബോത്ത് സൈഡ്. നിങ്ങൾക്ക് എത്രയൊക്കെ
ജോലി ചെയ്യണം, സെറ്റിലാവണം, ഫാമിലി ബോത്ത് സൈഡ്. നമ്മളൊരു ഫാമിലിയാണ്, അപ്പൊ പിന്നെ കുഴപ്പമില്ല, നല്ല ഫാമിലി. എത്ര നാളായ റിലേഷൻ? 10 months. എന്തിനൊന്നും സംസാരിക്കട ഇറക്കാം. 10 months. ഇവന് ഇഷ്ടമല്ല വീഡിയോ ഒന്നും ചെയ്യുന്നത്, യൂട്യൂബിലൊന്നും വീഡിയോ ഇടുന്നതും ഒന്നും പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ എനിക്ക് വേണ്ടി ഇങ്ങനെ കുത്തിയിരുന്നായിരുന്നു, അത്ര തന്നെ. മടുപ്പ് തോന്നിയിട്ടുണ്ടോ റിലേഷൻ? ഇല്ല, തോന്നിയിട്ടേ ഇല്ല, നല്ലോണം പോന്നു. നിക്നെയിം ദാറ്റ് യു കോൾ ഈച്ച് അതർ? എന്റെ മോനിനെ അമ്മയെന്ന് വിളിക്കും, പൊന്നാന്ന് വിളിക്കും, കുഞ്ഞാന്ന് വിളിക്കും, എല്ലാം വിളിക്കും. പിന്നെന്തുവാ, ചീറ്റൊന്നും വിളിക്കത്തില്ല, എന്നാലും സ്നേഹം വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലപ്പോഴും അതൊക്കെ അങ്ങനൊക്കെയാ വിളിക്കുന്നത്. റംസൂന്ന് വിളിക്കും. നീ എന്താ വിളിക്കുന്നേ? കുഞ്ഞാന്ന് പൊന്നാൻ നോക്കി ഇവരും വിളിക്കും കേട്ടോ. പൂക്കിയ. ചേച്ചി ലവ് സ്റ്റോറി വീഡിയോ എപ്പോഴാ ഇടുന്നേ? പറഞ്ഞല്ലോ, ലവ് സ്റ്റോറി വീഡിയോ കുറെ കൂടെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോ നമ്മൾ ഇടാം. ഇച്ചിരി ട്രാജഡി ഒക്കെ നടന്ന ലവ് സ്റ്റോറിയാണ്, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന ലവ് സ്റ്റോറി അല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടേ പറയത്തുള്ളൂ. എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം, ഇപ്പൊ പറയണം, അങ്ങനെ ഇല്ല. ഇഷ്ടം പോലെ വള്ളിയുണ്ട്, നിറച്ചും വള്ളിയുണ്ട്. നല്ല ലവ് സ്റ്റോറിയാ, കേട്ടുകഴിഞ്ഞ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം. പിന്നെ രണ്ടുപേരുടെയും പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ്. നിന്റെ പോസിറ്റീവ് സൈഡാണോ? നിന്റെ പോസിറ്റീവ് സൈഡോ? ഷീ ട്രീറ്റ് മീ ലൈക്ക് എ ബേബി. എന്നെ ഭയങ്കര ലബ്ബാണ്. എടാ, ഇത് പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് പറഞ്ഞത്. എന്റെ പോസിറ്റീവ് സൈഡ് എന്തുവാന്ന് പറ. പോസിറ്റീവ് സൈഡോ? പോസിറ്റീവ് സൈഡ് ഷീ ട്രീറ്റ് മീ ലൈക്ക് എ ബേബി. അങ്ങനല്ലടാ, ഇപ്പൊ നിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ വീഡിയോ നല്ല ലോങ് ആണ്, അപ്പോ നമ്മള് 2 പാർട്ടായിട്ട് പറയട്ടെ. പറഞ്ഞു തരുന്ന ബൈ പറയുന്നു. അപ്പൊ നമ്മള് ഇത് 2 പാർട്ടായിട്ട് ഇടാം. ഫസ്റ്റ് പാർട്ടിലായിരിക്കും ഈ പറയുന്ന സംഭവങ്ങൾ ഇടുന്നത്, പക്ഷെ നമ്മള് സെക്കൻഡ് പാർട്ട് ലാസ്റ്റ് ആയി, ഈ വീഡിയോയുടെ ലാസ്റ്റ് ആണ് നമ്മൾ ഈ 2 പാർട്ടായിട്ട് ഇടാന്ന് പറയുന്നത്. പക്ഷെ നമ്മള് ഫസ്റ്റ് പാർട്ടിന് ലാസ്റ്റ് ഇത് കൊടുക്കും, നമ്മൾ പാർട്ട് 2 ആയിട്ട് ഇടും. ഓക്കെ, ടാറ്റാ.